ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഖമീറ ബ്രെഡിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് കണ്ടു നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 250 ml കപ്പിലേക്ക് 4 കപ്പാണ് കേട്ടോ മൈദ ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ഒരു 3/4 കപ്പോളം പാൽപ്പൊടി ചേർക്കാം, ഒരു ടീസ്പൂൺ ഉപ്പ്, അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ 2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ടോ. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇളം ചൂടുള്ള പാലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ പാലുണ്ടെങ്കിൽ പാൽ തന്നെ ചേർക്കാൻ നോക്കാം കേട്ടോ. ഇനി പാലില്ലെങ്കിൽ നിങ്ങൾക്ക് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചാലും മതി. ഇളം ചൂട് വേണം കേട്ടോ, എന്നാൽ തന്നെ നമ്മുടെ മാവ് നല്ലോണം പൊന്തി വരുള്ളൂ. ഇനി അതിലേക്ക് ഞാൻ കരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കരിഞ്ചീരകം ഇല്ലെങ്കിൽ കറുത്ത എള്ളും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന രീതിയിലൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കുന്ന അളവിനനുസരിച്ചിട്ട് ഇൻഗ്രീഡിയൻസ് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ പാൽപ്പൊടി എന്താണെങ്കിലും ചേർക്കണം കേട്ടോ. പാൽപ്പൊടി ചേർത്താൽ അത് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇനി നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് നമ്മൾ ഓയിലും കൂടി ചേർത്ത് ഒന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട്. 2 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഈ മാവ് നല്ലോണം ഒന്ന് പൊങ്ങി കിട്ടണം. അപ്പോൾ ചൂടുള്ള സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഇവിടെ കണ്ടില്ല, നല്ലോണം മാവൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതല്ലാതെ നമുക്ക് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് ഇത് ഓരോ ബോൾസായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊക്കെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു കുബൂസിൻ്റെ ഒരു കട്ടിക്കാണ് കേട്ടോ ഇത് പരത്തിയെടുക്കുന്നത്. അപ്പോൾ കുറച്ച് കട്ടി വേണം, ഒരുപാട് തിന്നായിട്ട് പരത്തരുത് കേട്ടോ. ഇനി നമുക്കിത് വേണമെങ്കിൽ റൗണ്ട് ഷേപ്പിൽ തന്നെ ആക്കിയെടുക്കാം, ഇല്ലെങ്കിൽ ട്രയാങ്കിൾ ഷേപ്പിലോ മൂൺ ഷേപ്പിലോ കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ മൂൺ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ഈ ഒരു കട്ടിയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഞാൻ ഈ ഒരു കട്ടി, ഇതിനേക്കാളും കട്ടി ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ഒരുപാടായി തിന്നായി പോകരുത് കേട്ടോ. ഇനി നല്ല ചൂടായ എണ്ണയിൽ ഇട്ടിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ പൊരിച്ചെടുക്കാൻ, ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം പൊങ്ങി വരും, അതാണ് കേട്ടോ ഇതിൻ്റെ പാകം. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇതേപോലെ നല്ലോണം പൊങ്ങി വരണം. എന്നിട്ട് നമുക്ക് കോരി മാറ്റാം. അപ്പോൾ ഇത് ചിക്കൻ കറീൻ്റെ കൂടെയും ബീഫ് കറീൻ്റെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. നമുക്ക് ചപ്പാത്തിയും പൂരിയൊക്കെ ഉണ്ടാക്കി മടുത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യും. പുതുതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.